നമസ്കാരം. ഇന്ന് നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് മീൻ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഏരി എന്ന് പറഞ്ഞ മീനാണ്. ഇത് കടയിൽ നിന്ന് ക്ലീൻ ചെയ്ത് തന്നിരിക്കുന്ന ഒരു ഭാഗമാണ്, കട്ട് ചെയ്തിട്ടില്ല, ക്ലീൻ ചെയ്തിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ നമുക്കിത് ക്ലീൻ ചെയ്ത ഏരി നമുക്കിങ്ങനെ കിട്ടിയേക്കുന്നതാണ്. അപ്പോൾ ആദ്യമേ ഞാൻ ഈ കണ്ണിൻ്റെ ഭാഗവും അതൊന്നും ഉപയോഗിക്കാറില്ല. അപ്പോൾ ഒരു കത്രികയും കൊണ്ട് അതൊക്കെ കട്ട് ചെയ്ത് മാറ്റുക. ആദ്യമേ ഇത് കട്ട് ചെയ്ത് മാറ്റി, അതുപോലെ തന്നെ എല്ലാ മീനിൻ്റെയും ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റുക. എല്ലാ മീനിൻ്റെയും ഞങ്ങൾക്ക് വളരെ കറക്റ്റായിട്ട് അതിൻ്റെ തലഭാഗം കട്ട് ചെയ്തിട്ടുണ്ട്. ചിലവർ ഇത് തലകളും കൂടി കൂട്ടി കറി വയ്ക്കാനായിട്ട് ഉപയോഗിക്കും. പക്ഷേ എനിക്കത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അതൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് പല പീസുകളായിട്ടും നമ്മൾ മീൻ കറി വെച്ചാണല്ലോ കറി വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പറ്റിയ പീസുകളായിട്ട് കട്ട് ചെയ്യാം. ഞാൻ എല്ലാം കത്രിക ഉപയോഗിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. എനിക്ക് പണ്ടത്തെ പോലെ കത്തി വെച്ചിട്ട് ചെയ്യുന്നതിനേക്കാൾ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ കത്രിക ഉപയോഗിച്ച് തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ ചെറിയ ചെറിയ പീസുകളായിട്ട്, ഒത്തിരി തീരെ ചെറുതാക്കണ്ട, ഒരു മിഡിൽ പീസ്. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് വേസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കളയണം. അവർ ക്ലീൻ ചെയ്യുമ്പോൾ കുറച്ച് വേസ്റ്റ് കളഞ്ഞിട്ടായിരിക്കും ചെയ്യുന്നത്. പക്ഷേ ബാക്കി വേറെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് വേസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടി ഈ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് കളയണം. ഓക്കെ. അപ്പോൾ അങ്ങനെ, ഇപ്പോൾ ഇതിപ്പോൾ ഇച്ചിരിയോടെ വലിയ പീസാണ്. ഇതിന് വേണമെങ്കിൽ ഒന്നോടെ കട്ട് ചെയ്യും കേട്ടോ. ഇപ്പോൾ ഒരു മീൻ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ രണ്ടാമത്തതും ഇതുപോലെ തന്നെ കട്ട് ചെയ്യും. അങ്ങനെ എല്ലാ മീനുകളും ഞാൻ ഇതുപോലെ കട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ നമുക്ക് ആവശ്യത്തിന് കഷ്ണങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇത് 1 കിലോ ഏരി മീനാണ് ഇത്. ഇനി നമുക്കിത് കറക്റ്റായിട്ട് വാഷ് ചെയ്യണം. അപ്പോൾ മീൻ വാഷ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഈ ചട്ടിയിലേക്ക്, ഞാനിപ്പോൾ മൺചട്ടിയാണല്ലോ എടുത്തേക്കുന്നത്, ആ മൺചട്ടിയിലേക്ക് ഒരു കല്ലുപ്പ് ഇട്ടാം. ഈ ആദ്യമേ മീൻ വാഷ് ചെയ്യാനായിട്ട് കല്ലുപ്പ് ഇട്ടാണ് വാഷ് ചെയ്യുന്നത്. അപ്പോൾ കല്ലുപ്പ് ഈ മീൻ ചട്ടിയുടെ സൈഡിലേക്ക് ഇടുക. ഓക്കെ. നമ്മളിപ്പോൾ കൈക്കണക്കിനാണെങ്കിൽ ഒരു കൈ നിറയെ ഉപ്പ് ഇടണം. സ്പൂണാണെങ്കിൽ ഒരു 3 to 4 ടേബിൾ സ്പൂൺ ഉപ്പ് ഇടാം. അത് മീനിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്കിത് വാഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഇനി നമുക്കിത് വാഷ് ചെയ്യണത്, ഇപ്പോൾ മീനിൻ്റെ കല്ലുപ്പ് നമ്മൾ ഇട്ടത് കണ്ടല്ലോ. അപ്പോൾ കല്ലുപ്പ് ഇട്ടേക്കുന്നതിൽ ആദ്യമേ നന്നായിട്ട് ഈ ചട്ടിയിലിട്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് ഉരച്ച് അതിൻ്റെ അഴുക്കൊക്കെ പോകാൻ വേണ്ടി മാത്രം ആദ്യം വെള്ളം ഒഴിക്കണതിന് മുമ്പ് തന്നെ ഇങ്ങനെ ഒന്ന് ചുറ്റിക്കണം. കൈ കൊണ്ട് തന്നെ ഒന്ന് ചുറ്റിക്കണം. ഇതിപ്പോൾ മീൻ ചട്ടീൻ്റെ ഒക്കെ ഇച്ചിരി കൂടുതൽ മീനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ചുറ്റിക്കാൻ അതുകൊണ്ടാണ് ബുദ്ധിമുട്ട് വരുന്നത്. എന്നാലും അത്യാവശ്യം നന്നായിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യണം. അപ്പോൾ അധികമാണെന്ന് തോന്നുവാണെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ കുറച്ച് പീസുകൾ മാറ്റി വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പം ഞാനത് ചെയ്തിട്ട് കാണിക്കാം. പീസുകൾ മാറ്റി വെച്ചിട്ട് അപ്പം കുറച്ച് പീസുകൾ ഇത് ഭാഗത്തിനാണ് ഇങ്ങനെ നന്നായിട്ട് ചുറ്റണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ബാലൻസ് ഉള്ള മീനിൻ്റെ ഒരു മേളിലുള്ള ഒരു ചെതുമ്പൽ എന്ന് പറയുന്ന സംഭവങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കളയണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നന്നായിട്ട് ചെയ്യേണ്ടത്. കണ്ടോ, ഇപ്പോൾ ചട്ടിയിൽ അതിൻ്റെ ചെതുമ്പലുകളൊക്കെ പറ്റിയിരിക്കുന്നുണ്ടോ. ഇനി നമുക്ക് ഇപ്പോൾ ബാക്കി നമ്മൾ കുറച്ചുകൂടെ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അത് ആദ്യമേ വെച്ച്, അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് ആദ്യം വെച്ചതിൽ കുറച്ചെണ്ണം എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതും കൂടി ഇതുപോലെ വാഷ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് വലിയ ചട്ടിയിലാണെങ്കിൽ ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ തന്നെ എടുത്ത് ഉപ്പിലിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഉപ്പിലിട്ട് ഇത് വാഷ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെയാണ്, അതല്ലാതെ ഇതിങ്ങനെ ചെയ്തുകൊണ്ട് മീനിൻ്റെ അകത്ത് ഉപ്പ് പിടിക്കുകയൊന്നുമില്ല. ഓക്കെ. പിന്നെ നമുക്കത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആ സമയത്തിനുള്ളിൽ എന്തെങ്കിലും മീനിൻ്റെ കട്ട് ചെയ്ത പീസിൻ്റെ അകത്ത് എന്തെങ്കിലും അഴുക്കുകൾ എന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്യുകയും ചെയ്യണം. ഓക്കെ. നമ്മുടെ കഷ്ണങ്ങളെല്ലാം നമ്മളൊന്ന് ഉപ്പിലിട്ടൊന്ന് റെഡിയാക്കിയിട്ടുണ്ട്. എന്നാൽ പിന്നെ ഇത് ഒരു 3 to 5 ടൈംസ് എന്ന് വെച്ചാൽ വെള്ളം ക്ലിയർ ആവുന്നവരെ കഴുകി എടുക്കുക. ഓക്കെ. ഇനി ഇത് ഒരു പ്രാവശ്യം ഉപ്പൊക്കെ കഴുകി കളഞ്ഞു. അതിനുശേഷം ഞാനിപ്പോൾ കഴുകിയത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞാൻ കഴുകിയ വെള്ളമൊക്കെ കളഞ്ഞു. ഇനിയിപ്പോൾ രണ്ടാമതും മൂന്നാമതും ഒക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ കൊണ്ടുവന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഞാൻ കഴുകിയെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് കാണിക്കണതാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ഓട്ടയുള്ള, അടിയൊക്കെ ഫുള്ളായിട്ട് ഓട്ടയുള്ള ടൈപ്പ് ഒരു പാത്രം എടുത്തു. ഞാൻ മീൻ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പം കണ്ടുപിടിച്ചേക്കുന്ന ഒരു മാർഗ്ഗമാണ്. എളുപ്പമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര എളുപ്പമല്ല, പക്ഷേ എന്നാലും എനിക്കിത് ഭയങ്കര എളുപ്പമായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് നമ്മുടെ മീൻ ഇടുക. എന്നിട്ട് ഈ ചട്ടി ഉണ്ടല്ലോ, ഈ ചട്ടിയുടെ മേളിൽ പാത്രം വയ്ക്കുക. എന്നിട്ട് ഈ സിങ്കിൻ്റെ അകത്ത് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇത് വെള്ളം ഒഴിക്കുക. എന്നിട്ട് നമ്മൾ മീൻ ഇങ്ങനെ പണ്ട് അമ്മമാർ പറയില്ലേ, നന്നായിട്ട് അലമ്പി കഴുകണം നല്ലോണം. അത് മീനിൻ്റെ വെള്ളം ക്ലിയർ ആകുന്നതിന് വരെ മീൻ കഴുകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കേട്ടോ, അപ്പോൾ നമ്മൾ ഇങ്ങനെ നന്നായിട്ട് കഴുകിയെടുക്കുക. ഇത് ഞങ്ങൾക്ക് 2 പ്രാവശ്യം കഴുകിയതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ കഴുകുമ്പോൾ അതിൻ്റെ ഇത് കണ്ടോ. അപ്പോൾ താഴെ നമ്മൾ കറക്റ്റായിട്ട് ആ വെള്ളം കിടക്കുകയും ചെയ്യും. അപ്പോൾ ഈ വെള്ളം നമ്മൾ ഒന്നുമില്ലെങ്കിൽ സിങ്കിൽ ഒഴിക്കാൻ സൗകര്യമുള്ളവരാണെങ്കിൽ അതിലൊഴിക്കുക, അല്ലെങ്കിൽ പുറത്ത് കൊണ്ടുപോയി കളയാൻ സൗകര്യമുള്ളവരാണെങ്കിൽ അതങ്ങനെ പുറത്ത് കൊണ്ടുപോയി കളയുക. ഓക്കെ. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് ഇത് കഴുകിയിട്ടുണ്ട്. കഴുകിയ മീനുകൾ നന്നായിട്ട് വെള്ളം മാറ്റി, വെള്ളം ഇപ്പോൾ ഉള്ളതോ പിന്നീട് ഊരി വരുന്ന വെള്ളം ഇതുപോലെ തന്നെ കളഞ്ഞ് ആ ഇതിലേക്ക് അരിപ്പയുള്ള പാത്രത്തിലൂടെ കളഞ്ഞിട്ട് വെക്കണം. ഓക്കെ. അപ്പോൾ ഇനി ഇതിൽ
മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഇട്ട് വെക്കുന്ന ഒരു രീതിയുണ്ട്. അതുപോലെ ആദ്യം മീൻ കഷ്ണം മാറ്റി വയ്ക്കാം. അതിനുശേഷം ഈ ചട്ടിയിൽ അപ്പോൾ നമുക്ക് പല മെത്തേഡിൽ ഉണ്ടാക്കാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ ഞാൻ കൂടുതലും ഓപ്റ്റ് ചെയ്യുന്ന ആദ്യത്തെ മെത്തേഡായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് സമയം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന മെത്തേഡാണ്. ആദ്യമേ ചട്ടി അടുപ്പത്ത് വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ മാറിയതിന് ശേഷം വെള്ളമൊക്കെ ഇപ്പോൾ ഈ ചട്ടി നല്ലോണം ചൂട് കിട്ടണ സാധനമാണ്. അപ്പോൾ നല്ലോണം സമയം എടുത്താണ് ഇതിൻ്റെ വെള്ളമൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അതിന് സമയമില്ലാത്തവർ എന്ത് ചെയ്യണം, വെള്ളം നമ്മൾ വേറൊരു ഇതിലേക്ക് നന്നായിട്ട് ഊർത്തി കളയുകയോ അല്ലെങ്കിൽ ഒരു തുണി വെച്ചിട്ട് തുടയ്ക്കുകയോ ചെയ്തിട്ട് ചട്ടി അടുപ്പിൽ വയ്ക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് അതിൻ്റെ വെള്ളം പോട്ടെ. ചട്ടി അവിടെ അടുപ്പിലിരുന്ന് ചൂടാകുന്ന സമയം കൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യണം. ഈ വേറൊരു പാത്രത്തിൻ്റെ അകത്ത് നമുക്ക് മഞ്ഞപ്പൊടി ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ്, മീനിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് മഞ്ഞപ്പൊടി, മുളക് പൊടി, ഇത്രയും സാധനങ്ങൾ ആവശ്യത്തിന് ഇടുക. അപ്പം മഞ്ഞപ്പൊടി ഇട്ടു. അതുപോലെ തന്നെ ഒരു അര സ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടാൽ മതി. അതുപോലെ തന്നെ മുളക് പൊടി ഒരു മീനായതുകൊണ്ട് നല്ലോണം മുളക് പൊടി. ഇതിപ്പോൾ സാധാരണ മുളക് പൊടിയാണ്. അപ്പോൾ ഞാൻ മീൻകറി ഉണ്ടാക്കുമ്പോൾ 2 സ്പൂൺ സാധാ മുളക് പൊടി, നോർമൽ മുളക് പൊടി എന്ന് വെച്ചാൽ കാശ്മീരി അല്ലാത്ത ചില്ലി പൗഡർ ഇടും. അതുപോലെ തന്നെ അടുത്തത് കാശ്മീരി ചില്ലി പൗഡർ കുറച്ചിടും. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ നമുക്ക് ആവശ്യത്തിന് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്, മറ്റത് എരിവ് കിട്ടാൻ വേണ്ടിയിട്ടുമാണ് ഇടുന്നത്. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ നമുക്ക് ആവശ്യത്തിന് കളർ എന്തോരം വേണം എന്നുള്ളത് ബേസ് ചെയ്തിട്ട് നമ്മുടെ മീൻകറി നല്ലോണം റെഡിഷ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത്യാവശ്യം കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ആകുമ്പോൾ നമുക്ക് എരിവ് അധികം ഉണ്ടാവില്ല. ഓക്കെ. ഇപ്പോൾ നമ്മുടെ ചട്ടിയിലെ വെള്ളം മൊത്തം വറ്റി തുടങ്ങി, എല്ലാം വറ്റി ക്ലീനായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അടുത്തതായിട്ട് നമ്മൾ ഈ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം. അപ്പോൾ അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിക്കുക. മീനിന് ആവശ്യമായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് ഈ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും, നമ്മളിപ്പോൾ വെളിച്ചെണ്ണ പതുക്കെ ചൂടായിട്ടുണ്ട്. അപ്പോൾ അത് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ കടുക് ഇടുക. അതുപോലെ തന്നെ ഉലുവ ഇടുക. ഉലുവയും കടുകും ഇട്ട് തരിക. അപ്പോൾ ആദ്യമേ ഉലുവ ഇടുന്നതിന് പകരം കടുക് തന്നെ ആദ്യം ഇട്ടാൽ മതി. ഞാനിങ്ങനെ കടുക് പൊട്ടിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കടുക് ഇടുക. കടുക് ഒരു 1/2 സ്പൂൺ 3/4 സ്പൂൺ കടുക് ഇടുക. അതുപോലെ തന്നെ അതൊന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഉലുവ ഇട്ടാൽ മതി. ആ ഉലുവ നേരത്തെ ഇട്ട് കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉലുവ നേരത്തെ ഇട്ട് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും. അപ്പോൾ കടുക് പൊട്ടി തുടങ്ങിയതിന് ശേഷം ഉലുവ ഇട്ടാൽ മതി. അപ്പോൾ ഈ കടുക് പൊട്ടി തുടങ്ങുന്ന ആ സമയത്ത് നമുക്ക് ഇവിടെ നമ്മൾ മസാലയ്ക്ക് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും അതുപോലെ മുളക് പൊടിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് ലൂസാക്കി വയ്ക്കുക. ഓക്കെ. അപ്പോൾ അത് ലൂസാക്കാം. ഒന്നുകൂടി കൈ കൊണ്ട് ഇളക്കാം, അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ട് ഇളക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഇതുപോലെ ഇളക്കി വയ്ക്കുക. അപ്പോൾ നമ്മുടെ മീൻ കഷ്ണം അവിടെ ക്ലീനായിട്ട് നമ്മൾ ആദ്യം എടുത്ത് വെച്ചത് അതുപോലെ തന്നെ ഇരിപ്പുണ്ട്. അതുപോലെ അടുപ്പിൽ ചട്ടിയിൽ കടുക് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഉലുവ ഇടുക. ഉലുവ നന്നായിട്ട് ഇടുക. അതുപോലെ പൊട്ടി കഴിയുമ്പോൾ ഉലുവയും കടുകും പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഒരു 2 മുളക് കീറി അത് ഇടും. അടുത്തതായിട്ട് നമുക്ക് ഈ ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഈ കടുക് പൊട്ടിച്ചു, മുളക് പൊടി ഇട്ടു, അതുപോലെ തന്നെ ഉലുവ പൊട്ടിച്ചു. നമ്മൾ ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചതച്ചത് ഇട്ടു. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചിട്ട് ഇതിലൊന്നും വഴലട്ടെ. അപ്പം ഈ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചതും കൂടി ചേർത്തിട്ട് ഒന്ന് വഴച്ചെടുക്കണം. അത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ പച്ചമണം മാറിയാൽ മാത്രം മതി. അതിനുശേഷം നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയുടെയും ഒരു പേസ്റ്റുണ്ട്, മസാലയുണ്ട്. ഇതിലേക്ക് ഇടണം. ഓക്കെ. അപ്പോൾ ഇത് മാറണ ഒരു സമയം മാത്രം മതി. ഓക്കെ. അടുത്തതായിട്ട് നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഈ വെളുത്തുള്ളി ഇഞ്ചിയുടെ കൂടെ ഇട്ട് ഒന്ന് ജസ്റ്റ്, കറിവേപ്പില ലാസ്റ്റ് ഒന്നുകൂടി ഇടണം. ഇപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ആ എണ്ണയിൽ കിടന്ന് അതിൻ്റെ പച്ചമണം ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ പേസ്റ്റ് രൂപത്തിലാക്കി വെച്ചിരിക്കുന്ന മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയുടെയും പേസ്റ്റ് നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിലേക്ക് ഇടുക. അപ്പോൾ ഇതുപോലെ ഇത് ഒരു രീതി മാത്രമാണ് മീൻകറി ഉണ്ടാക്കുന്നത്. ഏറ്റവും എളുപ്പമുള്ള മാർഗം ഇതല്ല. ഇത്രയും സമയമൊന്നും മെനക്കെടുത്തേണ്ട കാര്യമില്ല. പക്ഷേ ഇതൊരു നല്ലൊരു രീതിയാണ്. രുചികരമായിട്ടുള്ളൊരു നാടൻ മീൻകറി കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു വഴിയാണിത്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പം ഈ കറിച്ചട്ടിയിൽ കിടന്നിട്ട് ഇതിൻ്റെ മുളകിൻ്റെയും മഞ്ഞൾപ്പൊടിയുടെയും കുത്തൽ
പോലത്തെ ഒരു പച്ചമണം ഒന്ന് മാറി കിട്ടണം. അതുവരെ ഒന്ന് വഴറ്റണം. എന്നിട്ട് കുറച്ച് വെള്ളമോടെ ഒഴിച്ചിട്ട് ഒരു നേരത്തെ എന്ന് വെച്ചാൽ മീൻ തിളയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ച് ഇതൊന്ന് തിളയ്ക്കാൻ വെക്കണം. അതിൻ്റെ കൂടെ ഉപ്പും കൂടി ചേർക്കണം. കല്ലുപ്പാണ് മീൻ ഉണ്ടാക്കാനായിട്ട്, മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ വറുക്കാനൊക്കെ ആണെങ്കിൽ പൊടിയുപ്പ് ഉപയോഗിക്കും, അല്ലാത്തപ്പോൾ കല്ലുപ്പ് ഉപയോഗിക്കും. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറുന്ന ഒരു സ്റ്റേജായി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. എൻ്റെ മീൻകറിക്ക് ആവശ്യത്തിന് എത്രമാത്രം വെള്ളമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇനി കഷ്ണങ്ങൾ ഇടുമ്പോൾ കുറച്ചുകൂടെ പൊങ്ങും വെള്ളം. അപ്പോൾ അതിന് പാകത്തിന് നോക്കിയിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഈ മീൻകറിക്ക് പാകത്തിനായിട്ടുള്ള ഉപ്പാണ് വേണ്ടത്. അപ്പോൾ ഉപ്പ് നമുക്ക് ഇടാം. ഉപ്പ് നമ്മൾ ആവശ്യത്തിന്, മീൻകറിക്ക് നല്ലോണം മുന്നോട്ട് കുറച്ച് ഉപ്പ് പാകത്തിന് കൂടുതൽ നിൽക്കണം. അപ്പോൾ മീനിൻ്റെ കഷ്ണത്തിലേക്കൊക്കെ ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളൊരു 3 ടേബിൾ സ്പൂൺ ഉപ്പ്, കല്ലുപ്പ് ഇതിലേക്ക് ഇടണം. അപ്പോൾ ഞാനിപ്പോഴും കൈക്കണക്കിനാണ് ഇടുന്നത്. അപ്പോൾ ഇതിൽ ഒരു 3 ടേബിൾ സ്പൂൺ കല്ലുപ്പ് ഇടണം. എന്നിട്ട് ഇത് ഈ വെള്ളത്തിൻ്റെ മിശ്രിതം അത് തിളയ്ക്കാനായിട്ട് വെക്കണം. ഓക്കെ, ഇത് തിളയ്ക്കാനായിട്ട് നമുക്കിവിടെ മൂടി വയ്ക്കാം. ഫുൾ തീയിൽ മൂടി വയ്ക്കാം. അപ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയുടെ വെള്ളം കൂട്ടിയുള്ള മിശ്രിതം ഇട്ടിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചത് ഇട്ടിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ്. അതുപോലെ കറിവേപ്പില ഇട്ടിട്ടുണ്ട്, പച്ചമുളക് ഒരെണ്ണം വറുക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണുള്ളത്. അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ട് അതുപോലെ ഈ സമയത്ത് ഉപ്പുണ്ടോയെന്ന് വേണമെങ്കിൽ നോക്കാം, വേണ്ട തിളച്ചിട്ട് വേണമെങ്കിൽ നോക്കിയാലും മതി. അപ്പോൾ ഇത് തിളയ്ക്കണ സമയമാകുമ്പോഴത്തേക്കും നമുക്ക് എന്തിടണം, പുളി ഇടണം. അപ്പോൾ ഞാനിവിടെ കുടംപുളിയാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ കുടംപുളി എടുത്തിട്ട് വരാം. നമ്മളിപ്പോൾ കുടംപുളി ഇപ്പോൾ 1 കിലോ മീനാണ് ഞാൻ ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ കുടംപുളി ഒരു നല്ല പുളിയുള്ള കുടംപുളിയാണെങ്കിൽ, നല്ല രീതിയിലുള്ള കുടംപുളിയാണെങ്കിൽ നമ്മൾ ഒരു 4 to 5, അതാ കുടംപുളിയുടെ വലിപ്പം അനുസരിച്ചാണ്, അതുപോലെ പുളിയും അനുസരിച്ചാണ് അത് നിശ്ചയിക്കുന്നത്. അപ്പോൾ എന്നാലും 1 കിലോയ്ക്ക് ഒരു 4 മുതൽ 5 ഓട്ട വരെ പുളി ഇടണം. ഇതിപ്പോൾ ഒരു സെറ്റ് പുളി, ഒരു പുളിയാണ്. അതുപോലെ ഇത് രണ്ടാമത്തെ, ഇത് മൂന്നാമത്തെ, ഇത് 4. ഒത്തിരി പുളി മുന്നോട്ട് നിൽക്കണ്ട എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അറേഞ്ച് ചെയ്താൽ മതി. ഇത് പക്ഷേ എപ്പോഴും ഈ 5 ഓട്ട അല്ലെങ്കിൽ 4 ഓട്ട പുളി ഇട്ടതിന് ശേഷം ലാസ്റ്റ് നമ്മൾ മീൻ കറിയൊക്കെ വെച്ച് കഴിഞ്ഞ് ഒരു 2 മണിക്കൂർ കഴിഞ്ഞ ശേഷം അത് പുളി കൂടുതൽ വേണ്ടാത്തവർ എടുത്ത് മാറ്റിയാൽ മതി. അപ്പോൾ ഇത്രയും 5 ഓട്ട പുളി നമ്മൾ ഈ മീൻ കറിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതിന് ഒന്ന് കഴുകിയിട്ട് ഈ മീൻ കറിയുടെ വെള്ളം തിളയ്ക്കുമ്പോൾ നമുക്ക് അതിലേക്ക് ഇടണം. അപ്പോൾ നമ്മുടെ മീനിൻ്റെ ചാറ് ഉണ്ടാക്കിയേക്കുന്നത് നമ്മൾ പതുക്കെ ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ കുടംപുളി, കഴുകി വെച്ചിരിക്കുന്ന കുടംപുളി ഇതിലേക്ക് ഇടണം. അപ്പം ഇത് പതുക്കെ തള വന്ന് തുടങ്ങി. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുടംപുളി ഇടുക. ഓക്കെ, അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും, ഇപ്പോൾ ഇത് കണ്ടോ, അത് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം കുറച്ചുകൂടെ ചാറ് വേണമെന്നുള്ളവർക്ക് ഇപ്പോൾ വീണ്ടും ഒന്നുകൂടെ ആഡ് ചെയ്യാം. മീൻ കഷ്ണം ഇട്ടതിന് ശേഷം ആഡ് ചെയ്യാതിരിക്കുകയാണ് ബെറ്റർ. അപ്പോൾ ഈ സമയത്ത് കുടംപുളി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മീൻ അതിലേക്ക് ഓരോ കഷ്ണങ്ങളായിട്ട് ഇടുക. അപ്പോൾ ഈ മീനിൻ്റെ കഷ്ണങ്ങളിൽ നമ്മളൊരു ലേശം മഞ്ഞൾപ്പൊടിയും ലേശം മുളക് പൊടിയും, കാശ്മീരി ചില്ലി ആണെങ്കിൽ കാശ്മീരി ചില്ലി അത് ഇട്ട് നമ്മളൊന്ന് വെളിച്ചെണ്ണയും ചെറുതായിട്ടൊന്ന് വെളിച്ചെണ്ണയും ഒഴിച്ച് ഒന്ന് കുഴയ്ക്കുന്നത് എപ്പോഴും അതിന് രുചി കൂടാനാണ് ഉപകരിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി, അധികം മുളക് അധികം ഇടണ്ട, മഞ്ഞൾപ്പൊടി വെളിച്ചെണ്ണയും ഇട്ടൊന്ന് ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ മീനിൻ്റെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തിളച്ച മീനിൻ്റെ വെള്ളത്തിലേക്ക് നമ്മൾ ഓരോ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കണം.
നമ്മുടെ കണ്ടോ നമ്മൾ കഷ്ണങ്ങൾക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് കറക്റ്റായിട്ട് ഇതേപോലെ കിട്ടും. മീനിൻ്റെ ചാറുണ്ടാക്കിയേക്കണ ആ മുളക് ചാറിലേക്ക് നമ്മൾ ഈ കഷ്ണങ്ങളൊക്കെ ഇട്ടു. അപ്പോൾ നമ്മൾ ഇതിന് ശേഷം ഉപ്പൊക്കെ നമ്മൾ ആദ്യമേ വെള്ളം തിളയ്ക്കുമ്പോൾ തന്നെ നമ്മൾ ഉപ്പ് പാകമാണോ എന്നൊക്കെ നോക്കുക. അതപ്പോൾ ഉപ്പ് പാകമാണെങ്കിൽ വേറെ ഒന്നും ചെയ്യണ്ട. അല്ലെങ്കിൽ ഇപ്പോൾ ഈ സമയത്തും വേണമെങ്കിലൊന്ന് നോക്കാം, കാരണം ഫുള്ളായിട്ട് അത് അബ്സോർബായി തുടങ്ങിയിട്ടില്ല മീനിലേക്ക്. അപ്പോൾ ഈ സമയത്ത് നമുക്കിനി ലാസ്റ്റായിട്ട് നമുക്കിത് ആകെ ഉള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ്, ഇനി കറിവേപ്പില ആദ്യമേ കടുക് പൊട്ടിച്ചപ്പോൾ കുറച്ച് ഇട്ടായിരുന്നു. അതല്ലാതെ ഇപ്പോൾ ഈ സമയത്ത് മീൻ കഷ്ണം ഇട്ടതിന് ശേഷം ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇടണം. ഇത് ഞാൻ ഒരു തണ്ടായിട്ട് തന്നെ ഇങ്ങനെ ഫുള്ളായിട്ട് അതിലേക്ക് ഇടുകയാണ്. എന്നിട്ട് ഇനി നമുക്കിത് മൂടി വെച്ച് വേവിക്കണം. ഇടയ്ക്ക് നമ്മളിങ്ങനെ ഒന്ന് എടുത്ത് നോക്കണം. അത് കഴിഞ്ഞ് കഷ്ണങ്ങൾ ഇളക്കുകയോ ഒന്നും ചെയ്യരുത്. ജസ്റ്റ് ഇങ്ങനെ സൈഡിൽ കൂടി ഒന്ന് ഇതാക്കി കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം അത് അതിന് ചൂടൊന്ന് ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ വയ്ക്കാം. ഇനി ഒരു 3 മിനിറ്റ്സോടെ വയ്ക്കാം. ഇപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇത് തുറന്ന് നോക്കിയത്. ഇതുപോലെ ആ മീൻ കഷ്ണം വേവാനുള്ള സമയം മാത്രം മതി. അപ്പോൾ മീൻ കഷ്ണം ഒരു പാതി വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഒരു 3 മിനിറ്റോടെ ഇതുപോലെ മൊത്തം ഒരു 6 മിനിറ്റ് നമുക്കിങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് നമുക്ക് മീൻ കറി തയ്യാറാക്കാം. ഇത്രയേ ഉള്ളൂ ആകെ. അപ്പോൾ നമ്മൾ മൊത്തം ഇപ്പോൾ അടുപ്പിൽ ഈ കറി ഇരുന്ന് പാചകം ചെയ്യാൻ തുടങ്ങിയിട്ട് മൊത്തം 6 മിനിറ്റായി. ആ 6 മിനിറ്റിനുള്ളിൽ നമ്മളത് 6ാമത്തെ മിനിറ്റിൽ നമ്മളിത് തുറന്ന് നോക്കണം. അപ്പോൾ ഇത് ഏകദേശം എല്ലാ പീസും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് അത് കഷ്ണം ഉടഞ്ഞു പോവാതെ ഈ സ്പൂണിട്ട് ചെയ്യാൻ അറിയാവുന്നതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് സൈഡൊന്ന് തട്ടി കൊടുക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഈ നല്ലോണം തുണിയെല്ലാം പിടിച്ചിട്ട് ഈ ചട്ടിയുടെ സൈഡിൽ പിടിച്ച് ഇങ്ങനെ വട്ടം ചുറ്റിക്കുന്നതും നല്ലതാണ്. ഓക്കെ. അപ്പോൾ എന്ന് വെച്ചാൽ ഈക്വലായിട്ട് എല്ലായിടത്തേക്കും ചൂടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിത് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ കറിയുടെ ചാറ് ഇത്രയും തന്നെ വേണം എന്നുള്ളവർ ഈ പോയിന്റിൽ വെച്ച് സ്റ്റൗ ഓഫ് ചെയ്യാം. അല്ല കുറച്ചുകൂടെ വറ്റിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ പാത്രം തുറന്ന് വെച്ചിട്ട് വേവിക്കാം. അന്നേരം കുറച്ച് പെട്ടെന്ന് വെള്ളം വറ്റും. അല്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ പ്രത്യേകം മീൻകറി ഉണ്ടാകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, സ്റ്റൗ ഒരിക്കലും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മീൻകറി ഉണ്ടാക്കരുത്. എപ്പോഴും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടേ മീൻകറി ഉണ്ടാക്കാവുള്ളൂ. അപ്പോൾ ഒരിക്കൽ പോലും അതിൻ്റെ ഫ്ലെയിം ഒരിക്കലും ലോ ആകാൻ പാടില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഈ മീനിനൊരു സ്മെല്ലുണ്ട്, അത് വെച്ചിട്ട് കറിക്ക് ഭയങ്കരമായിട്ട് അലമ്പായി പോകും. അപ്പോൾ നല്ല ഫ്ലെയിമിലുള്ള ഹൈ ഫ്ലെയിമുള്ള സ്റ്റൗവിൽ മാത്രം വെച്ചിട്ടാണ് ഇതുണ്ടാക്കാവുള്ളൂ. ആദ്യമേ ലോ ഫ്ലെയിം ആക്കേണ്ടത് ആകെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടി വരുമ്പോൾ മാത്രമാണ് ലോ ഫ്ലെയിം ആക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇത്രയും വെള്ളത്തിൽ തന്നെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇതിങ്ങനെ വെക്കുവാണ്. ഇതിപ്പോൾ രാത്രിയാണ് ഉണ്ടാക്കുന്നത്. രാത്രി ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ വെള്ളം കുറച്ചുകൂടെ വറ്റും, കുറച്ചുകൂടെ അബ്സോർബായി അതിന് പാകത്തിന് കൺസിസ്റ്റൻസി ആയിട്ടിരിക്കും. ഒരുപാട് കുറുക്ക് പോലെ വേണമെന്നുള്ളവർ കുറച്ചുകൂടെ നേരം ഇത് വെള്ളം വറ്റിച്ച് അതിന് പാകത്തിനുള്ള വെള്ളം ലെവലിലേക്ക് കൊണ്ടെത്തിക്കണം. അത് കുറച്ച് നേരം തുറന്ന് വെച്ചിട്ട് ഇങ്ങനെ തിളപ്പിച്ചാൽ മതി. അപ്പോൾ ഇത് ലാസ്റ്റായിട്ട് ഞാൻ ഒരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിക്കുന്നുണ്ട്. ഓക്കെ, അതും കൂടി കഴിഞ്ഞിട്ട് നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്യും. അപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു വിടും. അപ്പോൾ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമ്മൾ ട്രഡീഷണലായിട്ട് വീടുകളിൽ പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു എറണാകുളം ഡിസ്ട്രിക്റ്റിലും കോട്ടയത്തൊക്കെ ഉണ്ടാക്കുന്ന സ്റ്റൈൽ ഓഫ് മീൻ കറിയാണിത്.
അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യുക. ഇതാണ് ഇതേ രീതിയിൽ നമ്മൾ കിടക്കും. അപ്പോൾ എൻ്റെ ഇതിൽ കുറച്ച് വെള്ളം പോലെയാണ് തോന്നുന്നത്, പക്ഷേ ഇത് പിറ്റേ ദിവസത്തേക്ക് ഇത് ഓക്കെ റെഡി ആയിട്ടിരിക്കും. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കും ഇത് റെഡി ആയിട്ടിരിക്കും. അപ്പോൾ ഇത് ഓക്കെയാണ്, എനിക്കിത് ഓക്കെയാണ്. കുറച്ചുകൂടെ ചാറൊക്കെ ഒഴിച്ചിട്ട് കഴിക്കാൻ പാകത്തിനുള്ള രീതിയിലാണ്. ഇപ്പോൾ കല്യാണങ്ങൾക്കൊക്കെ മീൻ വിളമ്പും പോലെ അത്രയും കുറുക്ക് പോലെ ഒഴിക്കണമെങ്കിൽ നമുക്കിത് കുറച്ചുകൂടെ വറ്റിച്ചാൽ മതിയാകും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.